സി കെ ഷാക്കിർ ഇപ്പോൾ വി മുരളീധരൻ ചോദിച്ച കാര്യം എന്താണ് അസ്വസ്ഥതപ്പെടുത്തുന്നത് എന്നുള്ള കാര്യമാണ്. ഏത് വരികളാണ് മതനിരപേക്ഷമല്ലാത്തത് എന്നാണ്. അതോടൊപ്പം തന്നെ ബി പറയുന്ന കാര്യം ജമാഅത്തെ ഇസ്ലാമിക്ക് കീഴടങ്ങി എന്നുള്ള കാര്യമാണ്. അല്ല, ബി എന്ന രാജ്യദ്രോഹികൾ പറയുന്നത് പ്രാവർത്തികമാക്കുന്ന പണിയല്ല UDFൻ്റെയും കോൺഗ്രസിൻ്റെയും സർക്കാരിന്. അത് അവർ RSSൻ്റെ കാര്യാലയത്തിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ BJP ഗവൺമെൻറ് നോക്കിക്കോട്ടെ. ഇത് 1950 നമ്മുടെ ഭരണഘടനാ അസംബ്ലിയിൽ വളരെ വലിയ ഡിബേറ്റ് നടന്നതാണ്. എന്നിട്ട് അവർ ആദ്യത്തെ 2 വരി മാത്രമാണ് അതിലുൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റ് 4 വരി പാടണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഈ 2026 ജനുവരിയിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അതുമായി പ്രോട്ടോകോൾ പുറത്തിറക്കുന്നത്. അത് അവർക്ക് രാഷ്ട്രീയ താല്പര്യമാണ്, അല്ലെങ്കിൽ അവർക്ക് രാജ്യത്ത് വെറുപ്പിൻ്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ്. എന്ത് ഗുണമാണ് ഈ വിവാദം കൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടാവുക? നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ഇന്ന് വിലപ്പെട്ട സമയം ഇതിനു വേണ്ടി നഷ്ടപ്പെടുത്തുകയാണ്. നമ്മുടെ രാജ്യത്തിനോ രാജ്യത്തെ ജനങ്ങൾക്കോ ഏതെങ്കിലും രീതിയിൽ ഗുണമുള്ള ചർച്ചയാണോ അത് നമുക്കറിയാം. അത് 1876 ബങ്കിം ചന്ദ്ര ചാറ്റർജി അത് എഴുതുന്ന സാഹചര്യം, അദ്ദേഹം അന്ന് ജോലി ചെയ്തിരുന്ന മേഖല, അദ്ദേഹം 1882 ആനന്ദവടം എന്ന് പറയുന്ന ആ നോവൽ പുറത്തിറക്കിയപ്പോൾ ആ നോവലിനകത്തുള്ള കാര്യങ്ങൾ എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു, അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്താണ്, അതൊക്കെ കൃത്യമായി പഠിക്കുമ്പോഴാണ് വി മുരളീധരൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൃത്യമായതിലുണ്ട്. പക്ഷേ കോൺഗ്രസ് തുടക്കത്തിൽ വന്ദേമാതരത്തെ അനുകൂലിച്ചതാണ്. കോൺഗ്രസിന്റെ സെഷനുകളിൽ വന്ദേമാതരം ആലപിച്ചിട്ടുള്ളതാണ്. ആദ്യമായി ആലപിച്ചത് പോലും കോൺഗ്രസിന്റെ സെഷനിലാണ്. പക്ഷെ പിന്നീട് മുസ്ലിം ലീഗിന്റെ ആവശ്യത്തിന് വഴങ്ങിയാണ് ഇത്. മുസ്ലിം വിരുദ്ധത ഇതിലുണ്ട്, ന്യൂനപക്ഷങ്ങൾക്ക് എതിരായ വരികൾ വന്ദേമാതരത്തിലുണ്ട് എന്ന് കണ്ടുകൊണ്ട് വന്ദേമാതരം നിർബന്ധമല്ല എന്നുള്ള രീതിയിലേക്ക് വരികയും ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിക്കപ്പെടുകയും ചെയ്തത്. അതിൽ ഇപ്പോൾ BJP ചോദിക്കുന്ന കാര്യം ഏത് വരികളാണ് നിങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. വന്ദേമാതരത്തിൽ എന്താണ് മുസ്ലിം വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധമായിട്ട് ഉള്ളത് എന്നാണ്. അതിനുള്ള മറുപടി നിങ്ങൾ നൽകേണ്ടതല്ലേ? കാരണം ഇത് ഇത്രയും വിവാദമായ സാഹചര്യത്തിൽ. അല്ല, അതിന് ഞാനതാ പറഞ്ഞത്, വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തി. 1950 BR അംബേദ്കറും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകൾ ലീഗുകാരാണോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? 1950 മുതൽ 2026 ജനുവരി വരെ ഈ പ്രശ്നമില്ലായിരുന്നോ? നമ്മുടെ ഈ രാജ്യത്ത് ജനഗണമന എന്ന് പറയുന്ന ബഹുസ്വരതയെ അംഗീകരിക്കുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ദേശീയ ഗാനം രാജ്യത്തുണ്ട്. അതുപോലെ ഈ ദേശീയ ഗീതമായിട്ട് നമ്മൾ ഇതിനെ വന്ദേമാതരത്തെ അംഗീകരിച്ചതാണ്. അതിൽ വിവാദമായ വരികൾ ഒഴിവാക്കിയത് നിങ്ങൾ ഇപ്പോൾ പറയുന്ന അടുത്തിടെയായി എല്ലാത്തിലും ലീഗിനെ പറയുന്നത് പോലെ ഇപ്പോഴും നിങ്ങൾ ലീഗിനെ കൂട്ടുക. അത് ന്യൂനപക്ഷ വിരുദ്ധമോ മുസ്ലിം വിരുദ്ധമോ എന്നുള്ളതല്ല പ്രശ്നം. അങ്ങനെ ആയതുകൊണ്ടാണോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, BR അംബേദ്കർ പോലെയുള്ള ആളുകൾ 1950 ഇതിനെ അംഗീകരിക്കുമ്പോൾ ഈ 2 വരികൾ മാത്രം ഉൾപ്പെടുത്തിയത്? എന്തേ ഈ 2026 വരെ ഈ രീതിയിൽ ഇത് എന്താ പറയുക, BJP അധികാരത്തിൽ വരാൻ തുടങ്ങിയത് തന്നെ കുറേ കാലമായല്ലോ. ഇപ്പം തന്നെ നരേന്ദ്രമോദി സർക്കാർ തന്നെ 3ാമത്തെ തവണ ഈ അധികാരത്തിൽ വരുന്നു. എന്ത് ഇത്രയും കാലം ഇതിന് പുറത്തെടുക്കാതിരുന്നത്? ഇത് ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ കൂടുതൽ വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടി, വെറുപ്പിൽ ബാധിപ്പിക്കാൻ വേണ്ടി, അതിൻ്റെ പേരിൽ ആളുകളെ പലതും അടിച്ചേൽപ്പിക്കുന്നൊരു സ്വഭാവമാണ്. ഈ രാജ്യത്ത് എത്ര മനോഹരമായി പോകുന്നൊരു സാഹചര്യത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കി അതിലൂടെ രാഷ്ട്രീയ ലാഭങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി BJP നടത്തുന്ന തന്ത്രങ്ങളാണ്. ഇവിടെ മുസ്ലിം വിരുദ്ധമെന്നോ ന്യൂനപക്ഷ വിരുദ്ധമോ അന്നല്ല, ഇത് രാജ്യത്തിന് പൊതുവായി ചേർന്നതല്ല എന്ന് അക്കാലത്ത് 1950 ഭരണഘടനാ അസംബ്ലിയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ രാഷ്ട്ര നേതാക്കന്മാരും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ആ രീതിയിലേക്ക് പോയിട്ടുള്ളത്. അത് നിങ്ങൾ ന്യൂനപക്ഷ വിരുദ്ധമോ മുസ്ലിം വിരുദ്ധമോ മാത്രമല്ല, നിങ്ങൾ അതിൻ്റെ വരികൾ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കൃത്യമായി അതിലെന്തൊക്കെയാണ് പറയുന്നതെന്ന്. അത് കൂടുതൽ ചർച്ച ചെയ്യാൻ ഞാൻ ഈ സമയത്ത് ഉദ്ദേശിക്കുന്നില്ല. നമുക്കതിനെക്കുറിച്ച് ചെറിയ ധാരണയുണ്ട്, എന്നാൽ പോലും അത് ചർച്ച ചെയ്യുന്ന നമുക്ക് ഗുണകരമല്ല. പ്രത്യേകിച്ച് നമ്മുടെ നാടിൽ ഒരുപാട് മനുഷ്യരെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാനും ഒക്കെ ആവശ്യമായ ചർച്ചകൾ ചെയ്യേണ്ട സമയത്ത് എല്ലാ കാലത്തും BJPയുടെ ശ്രമം വിവാദങ്ങളിലേക്കാണ്. മറുപടി ഇപ്പോൾ എന്തിനാണ് വന്ദേമാതരം ചർച്ചാ വിഷയമാക്കുന്നത് എന്നാണ്. വന്ദേമാതരത്തിന്റെ 150ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇങ്ങനെയൊരു നിർദ്ദേശം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയത്. പക്ഷെ അത് പാലിച്ചേ തീരൂ എന്നൊന്നില്ല. കാരണം അത് നിയമം വഴിയല്ല അത് ആ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതൊരു നിർദ്ദേശം എന്ന രീതിയിലാണ്. അതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ വായിച്ച ആ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ആ ദേശീയ ഗാനത്തിനൊപ്പമാണ് ആലപിക്കുന്നതെങ്കിൽ ദേശീയ ഗീതമായ വന്ദേമാതരം ആദ്യം ആലപിക്കണമെന്നും പറയുന്നുണ്ട്. പിന്നെ പ്രസിഡന്റും ഗവർണർമാരും പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ ആലപിക്കണം, അല്ലെങ്കിൽ ബാൻഡ് മുഴക്കണം എന്നുള്ള കാര്യവും നിർദ്ദേശമായി നൽകിയിട്ടുണ്ട്. പക്ഷേ എന്തിനാണ് ഇപ്പോൾ ഈ നിർദ്ദേശം എന്നുള്ളതും, അത് മാത്രമല്ല ആലപിച്ചില്ലെങ്കിൽ
അതിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന പോലെയുള്ള പ്രവർത്തനങ്ങളും എന്തിനാണെന്നാണ്. കേരളത്തിൽ എന്തായാലും ലോക് ഭവൻ ഇനിയും ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ നിർബന്ധമാക്കും. അതിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങുകളും പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്ന ചടങ്ങുകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു വശത്ത് വന്ദേമാതരം മുഴുവനായിട്ട് ചിലപ്പോൾ ആലപിച്ചേക്കാം, ലോക് ഭവന്റെ നിയന്ത്രണത്തിലാണ് അത്തരം ചടങ്ങുകളെങ്കിൽ. മറിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണെങ്കിൽ 2 ഖണ്ഡിക മാത്രമേ അവിടെ ആലപിക്കുകയുള്ളൂ. അപ്പോഴും വിവാദമാകുമല്ലോ. ഒരു വശത്ത് പറയും വന്ദേമാതരം എന്തുകൊണ്ട് മുഴുവനായി ആലപിച്ചില്ല എന്ന്, മറുവശത്ത് ആലപിച്ചു കഴിഞ്ഞാൽ അതെന്തിന് ആലപിച്ചു എന്നുള്ള വിവാദം വരും. അവിടെ സംസ്ഥാന സർക്കാർ വെട്ടിലാവുകയും ചെയ്യും. ഈ വിവാദം അവസാനിക്കില്ല ഇങ്ങനെ പോയാൽ. മഞ്ജുഷ, എന്നയുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഈ ചർച്ച തുടങ്ങിയ ആദ്യത്തെ ഷാക്കിറിന്റെ വാചകം BJP എന്ന രാജ്യദ്രോഹികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നോക്കൂ, ഈ ചർച്ചയിൽ എവിടെയും ഈ ഒരു വാചകം വരേണ്ടുന്ന യാതൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അയാളുടെ വായിൽ നിന്ന് ആദ്യത്തെ വാക്ക് അതാണ്, BJP എന്ന രാജ്യദ്രോഹികൾ എന്ന് പറഞ്ഞത്. തിരിച്ച് ഷാക്കിറിനെയും അതേപോലെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. CK ഷാക്കിർ എന്ന് പറയുന്ന മത തീവ്രവാദി ഇവിടെ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ പൊതുജനങ്ങൾക്ക് മനസ്സിലാവുന്നതോ അല്ലെങ്കിൽ ദഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളല്ല. ആ CK ഷാക്കിർ എന്ന് പറയുന്ന മത തീവ്രവാദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിനകത്ത് അപരമത വിദ്വേഷമുണ്ട്. അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ ഈ 6 സ്റ്റാൻസിൽ എവിടെയാണ് അപരമത വിദ്വേഷമുള്ളത്? ഇത് ആലപിക്കുന്നത് കൊണ്ട് ഏത് മതേതര മൂല്യമാണ് തകർന്നു പോകുന്നത്? രണ്ടാമത് അദ്ദേഹം ചോദിച്ചെന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നിർബന്ധം കൊണ്ടുവന്നത്? വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികം ആഘോഷിക്കുന്ന 2026 പോയി. അത് 2020-ലോ 2022-ലോ ആയിരുന്നുണ്ടെങ്കിൽ അന്ന് കൊണ്ടുവന്നേനെ. 2026-ൽ കോൺഗ്രസ് ആലപിച്ചുകൊണ്ടിരുന്ന് പഴയ ജിന്നയുടെ മുസ്ലിം ലീഗിനെ ഭയന്ന് ഉപേക്ഷിച്ചതാണ്. വേറെ ആരെയുമല്ല, പഴയ ജിന്നയുടെ മുസ്ലിം ലീഗിനെ ഭയന്ന് 1937-ൽ ഉപേക്ഷിച്ചത്. 1905-ൽ അവരുടെ പൊളിറ്റിക്കൽ മുദ്രാവാക്യമായിട്ട് പൊളിറ്റിക്കൽ ഗീതമായിട്ട് അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. അത് ഉപേക്ഷിച്ചു. ജിന്ന പേടിപ്പിച്ചപ്പം അവരുടെ മുമ്പിൽ വളഞ്ഞു നിന്ന് കൊടുത്തു. അങ്ങനെ ഉപേക്ഷിച്ച കാര്യമാണ്. 1946-ൽ ബഹുമാനപ്പെട്ട മഹാത്മാഗാന്ധിജി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ വന്ദേമാതരത്തെ അങ്ങനെ ഉപേക്ഷിക്കാൻ പാടുള്ളത്, ആസാമിലെ ഗുവാഹത്തിയിൽ ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല, ആ വന്ദേമാതരത്തിനെ തിരികെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ ഷാക്കിറെ, നിങ്ങളുടെ കൂടെയുള്ള കോൺഗ്രസ് പാർട്ടിക്കാര് ജയ് ഹിന്ദ് എന്ന് പറയാറുണ്ട്. നാളെ നിങ്ങളും പറയൂ, അതും പറയൂ, അത് ഉപേക്ഷിക്കാൻ പറയൂ. ഇന്ത്യയിലെ വിവിധ ആർമി റെജിമെന്റുകൾ ഹർ ഹർ മഹാദേവ് എന്ന് അവരുടെ വാർക്രൈ ഉണ്ട്. എത്രയോ ജയ് ശ്രീറാം ഉണ്ട്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നവരുണ്ട്. കാളി സ്തുതി പറയുന്നവരുണ്ട്. അതുപോട്ടെ, നമ്മുടെ സുപ്രീം കോടതിയുടെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് യഥോ ധർമ്മ സദോ ജയാന്ന്. നിങ്ങളത് മാറ്റിയിടുമെന്ന് പറയുമോ? നന്ദലാൽ ബോസ് വരച്ചു വെച്ചിരിക്കുന്ന എന്തെല്ലാം തരത്തിലുള്ള മഹാഭാരതത്തിന്റെയൊക്കെ പെയിന്റിങ്ങുകൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. അതെല്ലാം നിങ്ങൾ മാറ്റണമെന്ന് പറയുമോ? ഞങ്ങൾക്കാരെയും ഭയമില്ല. നിങ്ങളെ ആശ്രയിച്ച് നിങ്ങളെ മുൻനിർത്തി മുന്നോട്ട് പോകുന്ന ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ദയനീയത കേരളം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കൂ, ഏത് വരിയാണ് ഈ രാജ്യത്തെ അന്യമതസ്ഥരെ മറ്റ് മതസ്ഥരെ അലസോരപ്പെടുത്തുന്ന ഏത് വരികളാണ്? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വരി ചൂണ്ടിക്കാണിച്ചേക്കൂ. കാരണം അത് ഏതാണ് നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നത് എന്ന് എനിക്കറിയാം, ഈ വന്ദേമാതരത്തിന്റെ മുഴുവൻ വരികളും നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ അതിൽ നിങ്ങൾക്കെതിരായ കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ്, അസ്വസ്ഥപ്പെടുത്തുന്നത് എന്താണ് എന്നുള്ളതാണ്. അങ്ങനെയൊന്നും ഇല്ല മഞ്ജുഷേ. അതിനു മുമ്പേ ഞാൻ പറഞ്ഞ വാചകത്തിന് ഞാൻ ഉത്തരവാദിയാണ്. അതിന് അദ്ദേഹം ഒരു മിനിറ്റ്, അതിന് അദ്ദേഹം എന്നെ വിമർശിക്കുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല. എന്നെ തീവ്രവാദി വിളിക്കുന്ന എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ പറയുന്നത് എൻ്റെ ബോധ്യമാണ്, BJP രാജ്യദ്രോഹികൾ തന്നെയാണ്. അല്ല, BJP രാജ്യദ്രോഹികൾ തന്നെയാണ്. അത് എൻ്റെ അഭിപ്രായമാണ്. അത് എനിക്ക് പറയാലോ. നിങ്ങൾക്ക് കുഴപ്പമില്ലാന്ന് നിങ്ങൾ എനിക്ക് പ്രശ്നമില്ല, പറഞ്ഞോളി. നിങ്ങൾക്ക് അഭിപ്രായമല്ലേ? ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. നിങ്ങൾ ആ പണി നിർത്ത്. അല്ല, നിങ്ങൾ മഞ്ജുഷേ, അപ്പം ഞാൻ പറയുന്നത് അപരമത വിദ്വേഷമെന്ന് ഞാനത് പറഞ്ഞിട്ടില്ല. അതാ ഞാൻ പറയാൻ വന്നത്. ഞാൻ പറഞ്ഞ വാചകത്തിന് ഞാൻ ഉത്തരവാദിയുള്ളൂ. എന്തുകൊണ്ടാണ് 1950-ൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും BR അംബേദ്കർ ഉൾപ്പെടെയുള്ള രാഷ്ട്രശില്പികൾ ഈ വന്ദേ മാതരം മുഴുവനായി ആലപിക്കണമെന്ന് പറയുന്നതിന് പകരം അതിലെ 4 വരികൾ മാറ്റിവെച്ചത് എന്തിനാണ്? അതിന് നമ്മളാണോ സമാധാനം പറയേണ്ടത്? അത് 1950-ൽ ജവഹർലാൽ നെഹ്റുവിനെയും BR അംബേദ്കറെ പോലെയുള്ള വളരെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഭരണഘടന നിർമ്മിക്കുന്ന സമയത്ത് ഈ വിവാദമായ സംഗതികൾ മാറ്റിവെച്ചതിന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.